Hello students. In the last class we have discussed different types of markets. That is, in economy we can see different kinds of markets such as perfect competitive market, monopoly and imperfect competitive market. Then in the last class we learned the meaning of perfect competition. So in a market where we are seeing the features of a perfect competition, such a market is called what? Perfect competitive market. So in perfect competition we said that we can see a large number of buyers and sellers. They all are trading homogeneous or identical products. The price will be fixed by the market force of demand and supply. Anybody can enter into the market and leave from the industry. That is free entry and exit. Perfect knowledge about the market conditions. സോ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് പറയാം ആ മാർക്കറ്റിന് എന്ത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ആൻഡ് ദെൻ വി സെഡ് ദർ വിൽ ബി എൻ ഇക്വിലിബ്രിയം പ്രൈസ് ഓൾസോ. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? യെസ്, ദാറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബിക്കംസ് ഈക്വൽ. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്നത് ഏത് പ്രൈസിലാണോ ആ പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ ഈക്വിലിബ്രിയം പ്രൈസിൽ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്? ഐ മീൻ എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ്, എത്ര ക്വാണ്ടിറ്റിയാണ് പബ്ലിക് ഡിമാൻഡ് ചെയ്യുന്നത്, എത്രയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി. The quantity bought and sold is known as equilibrium quantity. Okay, so in perfect competitive market, firms are not price makers. കാരണം എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലുള്ളവർ എങ്ങനെയാണ്? ദേ ആർ പ്രൈസ് ടേക്കേഴ്സ്. വൈ? ബിക്കോസ് വി ക്യാൻ സീ എ പ്ലെൻറ്റി ഓഫ് സെല്ലേഴ്സ് ഇൻ ദി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓർ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് മാത്രം പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് ദേ ഡിറ്റർമൈൻ ദി പ്രൈസ് ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ബട്ട് ദേ ക്യാൻ ഡിറ്റർമൈൻ ദി ഔട്ട്പുട്ട്. എത്ര ഔട്ട്പുട്ട് മാർക്കറ്റിൽ എത്തിക്കണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡക്ഷൻ വേണം. ദേ ക്യാൻ ഡിറ്റർമൈൻ ദി ഔട്ട്പുട്ട് ബട്ട് ദേ ക്യാൻ നോട്ട് ഡിറ്റർമൈൻ ദി പ്രൈസ്. അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എത്ര രൂപക്ക് വിൽക്കണം അത് ഡിറ്റർമൈൻ ചെയ്തത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നൗ ഒരു ഫേം എപ്പോഴായിരിക്കും ഇക്വിലിബ്രിയത്തിലെത്തുന്നത്? വി സെഡ് ഇക്വിലിബ്രിയം പ്രൈസ്. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുമ്പോൾ വരുന്ന പ്രൈസാണ് ഈക്വിലിബ്രിയം പ്രൈസ്. അതേപോലെ എല്ലാ ഫോംസും എന്താ നോക്കുന്നത്? ടു ബിക്കം ഓർ ടു റീച്ച് ഇൻ ആൻ ഈക്വിലിബ്രിയം പോയിന്റ്. ഒരു ഈക്വിലിബ്രിയം പൊസിഷനിലെത്താനാണ് എല്ലാ ഫോംസും ട്രൈ ചെയ്യുന്നത്. കാരണം എന്താണ്? ആ ഒരു പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്? യെസ്, ദ ഫേംസ് ഏൺ മാക്സിമം പ്രോഫിറ്റ്. അതായത് ഒരു ഫേം ഇക്വിലിബ്രിയം ആണ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തിയെന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഏൺ മാക്സിമം പ്രോഫിറ്റ് എന്നാണ്. സോ ദ ഫേം ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ഇറ്റ് മാക്സിമൈസസ് ദി പ്രോഫിറ്റ്. ഒരു ഫേമിന് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് അതിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫേം റീച്ചസ് ഇൻ എ ഇക്വിലിബ്രിയം പോയിന്റ്. So the output which yields maximum profit to the firm is called equilibrium output. അപ്പോൾ എത്ര ഔട്ട്പുട്ടിൽ എത്തുമ്പോഴാണ് ഒരു ഫേമിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്? ആ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് പറയുക? ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, so here we discussed 3 points, that is equilibrium price, equilibrium quantity and equilibrium output. ഓക്കെ, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? യെസ്, ദ പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ. ഓക്കെ, അതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്നത് ഏത് പ്രൈസിലാണോ ആ പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്. നൗ ആ പ്രൈസിൽ നമ്മൾ എന്തോരം ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നുണ്ട്, എന്തോരം ക്വാണ്ടിറ്റി ബയേഴ്സ് മേടിക്കുന്നുണ്ട്, ആ പോയിന്റിനെ നമ്മൾ എന്തു പറയും? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയും. That is, the quantity bought and sold is known as equilibrium quantity. ഇനി അതേപോലെ തന്നെ ആ ഒരു പോയിന്റിൽ എത്ര ഔട്ട്പുട്ടാണ് നമ്മൾ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഏത് ഔട്ട്പുട്ടിൽ എത്തുമ്പോഴാണ് ഒരു ബിസിനസ്സിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് ആ പോയിന്റ് അല്ലെങ്കിൽ ആ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് പറയും? ഈക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയും.
Okay, the output which yields maximum profit to the firm is called equilibrium output. Now, എപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു ഫേം ഇക്വിലിബ്രിയം പോയിന്റിലെത്തി, അല്ലെങ്കിൽ ഒരു ഫേമിന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്തു, ഫേം ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഏൺ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? യെസ്, the firm reaches the equilibrium position when the following conditions are satisfied. അപ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയാം? ആ ഫേം ഇക്വിലിബ്രിയം പോയിന്റിലെത്തി, അവർ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഏൺ ചെയ്തു, സോ ദാറ്റ് ദ ഫേം വിൽ ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ്. ഇനി ഏതൊക്കെയാണ് ആ രണ്ട് കണ്ടീഷൻ? ദി ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് ദ ഫേം റീച്ചസ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ വെൻ ഇറ്റ് പ്രൊഡ്യൂസസ് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് അറ്റ് വിച്ച് MC ഈക്വൽ ടു MR. അതായത് ഒരു ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിലെത്തുമ്പം MC വിൽ ബി ഈക്വൽ ടു MR, മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂം ഈക്വൽ ആവുന്നുണ്ട് എങ്കിൽ ആ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് പറയാം? ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയാം. ഓക്കെ, അതായത് MCയും MRും ഈക്വൽ ആകണം. ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ വെച്ചിട്ടാണ് MCയും MRും ഈക്വൽ ആകുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത്? ആ പോയിന്റിൽ വരുന്ന ഔട്ട്പുട്ടാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തണമെങ്കിൽ MC ഷുഡ് ബി ഈക്വൽ ടു MR. എന്താ MC എന്ന് വെച്ചാൽ? മാർജിനൽ കോസ്റ്റ്, ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ്. നമ്മളൊരു 10 യൂണിറ്റാണ് ഫിക്സ് ചെയ്തതെങ്കിലും ഒരു 11 യൂണിറ്റ്, ഒരു യൂണിറ്റ് കൂടി നമ്മൾ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അഡീഷണലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ്. അതേപോലെ ആ അഡീഷണൽ യൂണിറ്റിൽ നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ് എന്ത്? മാർജിനൽ റവന്യൂ. അത് രണ്ടും ഈക്വൽ ആകണം. നമ്മൾ മാർജിനൽ റവന്യൂ, അതെപ്പോഴും നമ്മളൊരു ഗ്രാഫിൽ മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ആ രണ്ട് വാല്യൂയും ഈക്വൽ ആകുമ്പോഴാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടുന്നത്. അതേപോലെ MCയും MRും ഈക്വൽ ആകുമ്പോഴാണ് അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ആ പോയിന്റിൽ വരുന്ന ഔട്ട്പുട്ട് എന്താണെന്നാണ് പറയണത്? ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്. ഓക്കെ, now another condition is that at the equilibrium level of output the MC curve must cut MR curve from below. That is, MC curve should have positive slope. ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഗ്രാഫിലാകുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഹിയർ വി ക്യാൻ സീ ദി ഗ്രാഫ്. സോ ഏറ്റവും ആദ്യത്തെ ഗ്രാഫ് സിമ്പിളായിട്ടൊരു ഇൻഡസ്ട്രിയുടെ ഒരു ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കുന്നതാണ്. ദറ്റ് ഈസ് ദേ ഡ്രോ ദി ഡിമാൻഡ് കർവ്, സപ്ലൈ കർവ്, അത് രണ്ടും ഈക്വൽ ആകുന്നൊരു പോയിന്റിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്തു. E എന്ന് പറയുന്ന പോയിന്റിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്തു. അതിന് നേരെ വരുന്ന പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്, അല്ലേ? OP എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോഴാണ് ആ ഫേം ഇക്വിലിബ്രിയം പ്രൈസിലെത്തുന്നത്. നൗ അനദർ വൺ, ഒരു ഫേമിൻ്റെ മാത്രം എടുത്ത് കാണിച്ചിരിക്കുകയാണ് അവർ. അതായത് ഒരു ഫേം എപ്പോഴാണ് ഒരു ഇക്വിലിബ്രിയത്തിലെത്തുന്നതെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കണ്ടീഷൻ മാർജിനൽ കോസ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ റവന്യൂ. അതായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രാഫിൽ AR ഈക്വൽ ടു MR എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസിനാണെങ്കിൽ നമ്മൾ പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് വരച്ചിരിക്കുന്നത്. എന്താ അത് മീൻ ചെയ്യുന്നത്? സോ ആ ഗ്രാഫിൽ ഇത്രേ മീൻ ചെയ്യുന്നുള്ളൂ. പ്രൈസ് എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. കാരണം എത്ര ക്വാണ്ടിറ്റിയിലും, അതായത് നമ്മൾ പ്രൈസ് എപ്പോഴും സെയിം ആയതുകൊണ്ടാണ്, ഫിക്സഡ് പ്രൈസ് അല്ലേ, ഒരു ഫിക്സഡ് പ്രൈസ് ആയതുകൊണ്ടാണ് പ്രൈസ് അവിടെ പാരലലായിട്ട്, പ്രൈസിൻ്റെ ആ ഒരു ഗ്രാഫ് പാരലലായിട്ട് വന്നിരിക്കുന്നത്. ദെൻ പ്രൈസ് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ എത്ര ക്വാണ്ടിറ്റി നമ്മൾ വിറ്റാലും അല്ലെങ്കിൽ എത്ര സെയിൽ നടന്നാലും അതിൻ്റെ റവന്യൂവും അതിൻ്റെ ആവറേജ് റവന്യൂവും അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആവറേജ് റവന്യൂ മീൻസ് റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഓരോ യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ റവന്യൂ, ഓരോ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ, അതാണ് ആവറേജ് റവന്യൂ. ഓക്കെ,
പിന്നെ നമ്മുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിലെ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു സിംഗിൾ പ്രൈസ് ആയിരിക്കും. സോ ആ പ്രൈസിലൂടെ നമുക്ക് ഗുഡ്സ് വിൽക്കുമ്പോൾ കിട്ടുന്നത് ഒരൊറ്റ എന്ത് തന്നെയായിരിക്കും, ഒറ്റ റവന്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് പ്രൈസ് ഈക്വൽ ടു AR ഈക്വൽ ടു MR. ഒരേ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ പ്രൈസിലായതുകൊണ്ട് ഒരേ ഡിമാൻഡ് തന്നെയായിരിക്കാം. എല്ലാ പ്രൊഡക്റ്റിൽ നിന്നും നമുക്ക് ഒരേ റവന്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. മാർജിനൽ റവന്യൂ ആവറേജ് റവന്യൂ ഈക്വൽ ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഒരു പറയുന്ന അസംഷൻ എന്താണ്, പ്രൈസ് ഈക്വൽ ടു ഡിമാൻഡ് ഈക്വൽ ടു AR ഈക്വൽ ടു MR. പ്രൈസ് ഈക്വൽ ആയിരിക്കും വിച്ച് വിൽ ബി ഈക്വൽ ടു ഡിമാൻഡ് ഓഫ് ദി പ്രൊഡക്റ്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു AR ആൻഡ് MR. സോ വി ഡ്രോ ദി AR ലൈൻ ആൻഡ് MR ലൈൻ വിച്ച് ഈസ് ഓൾസോ ഈക്വൽ. അതുകൊണ്ടാണ് ആ പ്രൈസിൻ്റെ അവിടെ തന്നെ AR MR വന്നിരിക്കുന്നത്. നൗ റിഗാർഡിങ് ദി മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് നമ്മൾ പറഞ്ഞു എപ്പോഴും എന്താണെന്ന് പറയുന്നത്, പോസിറ്റീവ് സ്ലോപ്പാണെന്ന് പറഞ്ഞു. താഴത്തുനിന്ന് വന്നിട്ട് നേരെ അത് അപ്വേർഡല്ലേ പോകുന്നത്. അത് നമ്മൾ മാർജിനൽ കോസ്റ്റ് വരയ്ക്കുമ്പം അതിൻ്റെ കോസ്റ്റ് ഓരോ പ്രാവശ്യം ക്വാണ്ടിറ്റി കൂടുമ്പോഴും മാർജിനൽ കോസ്റ്റ് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്ലോപ്പാണ്. അത് നമ്മളങ്ങനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ MC ലൈനും മാർജിനൽ റവന്യൂവും, അതായത് MCയും MRയും ഇൻ്റർസെക്റ്റ് ചെയ്യും. ഏത് പോയിന്റിലാണ്, B എന്ന് പറയുന്ന പോയിന്റിൽ. കണ്ടോ, അവർ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, കൂട്ടിമുട്ടി അവിടെ അല്ലേ. MC കർവും AR അല്ലെങ്കിൽ MR ലൈനും ഒരുമിച്ച് വരുമ്പോൾ അത് കൂട്ടിമുട്ടിയിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കോസ്റ്റ് ഈക്വൽ ടു റവന്യൂ, നമുക്ക് പ്രോഫിറ്റുമില്ല ലോസുമില്ല. ആ ഒരു അർത്ഥത്തിൽ കോസ്റ്റ് ഈക്വൽ ടു റവന്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഫേം ഈക്വിലിബ്രിയം പോയിന്റിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് എപ്പോഴാണ് ഒരു ഫേം ഈക്വിലിബ്രിയത്തിലെത്തിയെന്ന് പറയുക, വെൻ ദേ സാറ്റിസ്ഫൈ ദി 2 കണ്ടീഷൻ. ദി ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ ഈക്വിലിബ്രിയത്തിലെത്തണമെങ്കിലുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, യെസ്, the first condition എന്ന് പറയുന്നത് the firm reaches the equilibrium position when it produces that level of output at which MC equal to MR. First condition, MC should be equal to MR. Second condition, MC curve must cut the MR curve from below. ആ 2 കണ്ടീഷൻസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, 2 കണ്ടീഷൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. MC ഈക്വൽ ടു MRും ആകണം. ദെൻ MC കർവ് മസ്റ്റ് കട്ട് MR കർവ് ഫ്രം ബിലോ. ഇതേപോലെ കട്ട് ചെയ്യണം. ആ 2 സിറ്റുവേഷനും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്, ഒരു ഫേം ഈക്വിലിബ്രിയം പൊസിഷനിലെത്തി അതിന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള സമയമാണ് അത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുവാണ് എല്ലാവർക്കും എപ്പോഴാണ് ഒരു ഫേം ഈക്വിലിബ്രിയം പൊസിഷനിൽ എത്തുക എന്ന്. ഓക്കെ, താങ്ക് യു.